സർ വാട്ട് കോക്കനട്ട് ഇസ് ദിസ്? ഒന്നുമേ പുരിയില്ലേ? ടെൻഷൻ അടിക്കില്ലേ, ഞാൻ പറഞ്ഞുതരാം. അത് ഏറ്റവും സിമ്പിളായി ഏറ്റവും ഇന്നോവേറ്റീവ് ആയ രീതിയിൽ. സോ ബിഫോർ യു റൈറ്റ് സംതിങ്, സ്ക്രിബിൾ ഇറ്റ് ഡൗൺ because that is not what they are expecting from you. ഒന്നാമത്തെ സെന്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. After the arrival of the spider woman, the old man was completely neglected. What went wrong there? Because that was not the proper method to learn something like that. കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികളുടെ ഇൻപുട്ടോടുകൂടെ നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്നു. ആഹാ, അന്തസ്. Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. A very old man with enormous wings എന്ന ചാപ്റ്റർ കഴിഞ്ഞ വീഡിയോയിൽ വളരെ സിമ്പിളായി സിസ്റ്റമാറ്റിക് ആയി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. If you haven't seen that video, do check it out in the video section. And what is next? Character sketch. A very old man with enormous wings എന്ന് പറഞ്ഞ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിന്റെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ച് ഓൾഡ് മാൻ്റെതാണ്. അത് ഏറ്റവും സിമ്പിളായി ഏറ്റവും ഇന്നോവേറ്റീവ് ആയ രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യം: ഒന്ന്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ. നിങ്ങളെ കാത്ത് ഒരു കുഞ്ഞ് അസൈൻമെന്റ് അവിടെ കാത്തിരിപ്പുണ്ട്. രണ്ടാമത്, ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് ഒന്ന് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളൊരു നരേഷൻ അല്ലെങ്കിൽ ആ കഥ മുഴുവൻ എഴുതി വെക്കാൻ പാടില്ല. Because that is not what they are expecting from you. പിന്നെ എന്താണ് സാർ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. SSLC ഇംഗ്ലീഷിൽ 6 മാർക്കിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കോഴ്സ് ആണ് ക്യാരക്ടർ സ്കെച്ച്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് എഴുതുക തന്നെ വേണം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈറ്റിലാണ്. നിങ്ങൾ ആ ക്യാരക്ടറിന്റെ പേര് മാത്രം എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ക്രിയേറ്റീവായ എന്തെങ്കിലും ഫ്രേസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ആൻഡ് ഒന്നാമത്തെ സെന്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് ആ സെന്റൻസിലാണ് നിങ്ങൾ ആ ക്യാരക്ടറിന്റെ പേരും അയാൾ ഏത് സ്റ്റോറിയിലുള്ളതാണെന്നും ആ സ്റ്റോറിയുടെ ഓഥർ ആരാണ് എന്നുള്ളതും മെൻഷൻ ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ലുക്സ്. ഹൗ ഡസ് ദ ക്യാരക്ടർ ലുക്ക്? അയാളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫിസിക്കൽ അപ്പിയറൻസ് എന്തൊക്കെയാണ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നേച്ചർ, ഡിസ്പോസിഷൻ. വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഈസ് ഹി ഓർ ഷീ? അയാളുടെ അല്ലെങ്കിൽ അവളുടെ സ്വഭാവ പ്രകൃതം എങ്ങനെയാണ് എന്ന് പറയാം. ആക്ഷൻസ്. വാട്ട് ഡസ് ദ ക്യാരക്ടർ ഡു? എന്തൊക്കെ പ്രവൃത്തികളാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്? നിങ്ങൾ എല്ലാം മെൻഷൻ ചെയ്യണമെന്നൊന്നുമില്ല. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, എഴുതുക. ഗുഡ് ആൻഡ് ബാഡ് സൈഡ്സ്, അല്ലെ, അദ്ദേഹത്തിന്റെ സ്ട്രോങ് പോയിന്റ്സ്, വീക്ക് പോയിന്റ്സ്, ഗുഡ് സൈഡ്സ്, ബാഡ് സൈഡ്സ്, ഇതൊക്കെ മെൻഷൻ ചെയ്യാം. ആൻഡ് ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ടാണ് ആ ക്യാരക്ടർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്, റെലവൻ്റ് ആവുന്നത്, ക്രൂഷ്യൽ ആവുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒപ്പീനിയൻ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ക്യാരക്ടർ? ആ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതുക. സോ ഇത്രയും കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി പോകണം. Come on. Sir, what coconut is this? ഒന്നുമേ പുരിയില്ലേ? ടെൻഷൻ അടിക്കില്ലേ, ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഇംഗ്ലീഷ് എക്സാമിന് പലപ്പോഴും ഒരു വലിയ എസ്സേയോ പാരഗ്രാഫോ ഒക്കെ ബൈഹാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് 1-2 സെന്റൻസുകൾ മറന്നു പോകുമ്പോൾ തന്നെ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവുന്നു, പാനിക് ആവുന്നു. പലപ്പോഴും ആ ഉദ്യമം അവിടെ ഉപേക്ഷിക്കുന്നു. വാട്ട് വെന്റ് റോങ് ദ? ബിക്കോസ് ദാറ്റ് വാസ് നോട്ട് ദ പ്രോപ്പർ മെത്തേഡ് ടു ലേൺ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ എങ്ങനെയാണ് സാർ പഠിക്കേണ്ടത്? സിമ്പിൾ ആണ്. നമ്മളൊരു വലിയ പാരഗ്രാഫോ എസ്സേയോ ഒക്കെ ബൈഹാർട്ട് ചെയ്ത് ലൈൻ ബൈ ലൈൻ ഓർമ്മിച്ച് വെക്കുന്നതിന് പകരം അതിൽ ഏറ്റവും കീ വേർഡ്സ് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. അതൊന്ന് കുത്തിക്കുറിച്ചിടുക, സ്ക്രിബിൾ ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യുക, ആ കീവേഡ്സ് വെച്ചിട്ട് അത് ഇലാബറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സെന്റൻസുകൾ മറന്നു പോകുന്ന ടെൻഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് മുഴുവൻ സെന്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട. ഇൻസ്റ്റഡ് ലേൺ കീവേഡ്സ് ആൻഡ് സ്ക്രിബിൾ ഇറ്റ് ഡൗൺ. ഒന്നാമത്തത്, ആരാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്? പെലേയോ ആണ്. സോ പെലേയോ ഫൗണ്ട് ഹിം. എവിടെ വെച്ചാണ്? കോർട്ട്യാർഡിൽ വെച്ചാണ്. ഏത് സമയത്താണ്? നൂൺ ടൈമിലാണ്. ലൈറ്റ് വളരെ ഡിമ്മായിരുന്നു. എങ്ങനെയാണ്? ഹി വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ദെൻ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്തായിരുന്നു? അദ്ദേഹം വീക്ക് ആയിരുന്നു, ടയേർഡ് ആയിരുന്നു, എക്സോസ്റ്റഡ് ആയിരുന്നു. ഹി കുഡ് നോട്ട് സ്റ്റാൻഡ് അപ്പ് ബിക്കോസ് ഓഫ് ഹിസ് ഇനോമസ് വിങ്സ്. ദെൻ അദ്ദേഹത്തിന്റെ ആ പത്തറ്റിക് സിറ്റുവേഷനെ, ആ ഫിസിക്കൽ കണ്ടീഷനെ കാണിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഹി ലുക്ക്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. അദ്ദേഹം ഒരു റാക്ക് പിക്കറിനെ പോലെ, ആക്രി പെറുക്കുന്ന ആളെ പോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഹെയർ, ഹി ഹാഡ് ഓൺലി ഫ്യൂ ഹെയർസ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ ആൻഡ് ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. ദെൻ അദ്ദേഹത്തെ കാണാൻ ഒരു ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെയായിരുന്നു. GF ഗ്രാൻഡ് ഫാദറിനെ പോലെയായിരുന്നു. ഒരു നനഞ്ഞു കുതിർന്ന മുതുമുത്തശ്ശനെ പോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ ചിറകുകളെ കുറിച്ച് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എങ്ങനെയാണ്? ഡേർട്ടി ആണ്, ഹാഫ് പ്ലക്ഡ് ആണ്, എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. മഡിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു, എൻടാങ്കിൾഡ് ആയിരുന്നു. Then incomprehensible dialect, വളരെ പ്രധാനപ്പെട്ടതാണ്. When Peleo and Elisanda tried to communicate with him, he spoke in an incomprehensible dialect. ഒരു അൺനോൺ ലാംഗ്വേജിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ പെലെയും എലിസണ്ടയും അസ്യൂം ചെയ്യാണ് അദ്ദേഹം ഒരു കാസ്റ്റവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കപ്പൽ അപകടത്തിൽപ്പെട്ട് തീരത്തടിഞ്ഞ നാവികനെയാണ് നമ്മൾ കാസ്റ്റവേ, അല്ലെങ്കിൽ ഒരു ആളെയാണ് നമ്മൾ കാസ്റ്റവേ എന്ന് പറയുന്നത്. അപ്പോഴാണ് ആര് വരുന്നത്? നെയ്ബർ വുമൺ വരുന്നത്. ഷീ ക്ലെയിംഡ് ദാറ്റ് ഹി വാസ് എൻ ഏഞ്ചൽ. അവളാണ് ക്ലെയിം ചെയ്യുന്നത്, വാദിക്കുന്നത് ഇത് കാസ്റ്റവേ ഒന്നുമല്ല, ഏഞ്ചൽ ആണ്. ദെൻ നമ്മൾ അദ്ദേഹത്തെ ഈ പെലയോ എന്ത് ചെയ്യുന്നുണ്ട്? ചിക്കൻ കൂപ്പിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള ഇൻസിഡന്റിൽ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ പേഷ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, പേഷ്യൻസ് സീം ടു ബി ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വേർച്യു. അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ വേർച്യു ആയിട്ട് തോന്നിയത് അദ്ദേഹത്തിന്റെ ക്ഷമയാണ്. ദെൻ ആളുകൾ അദ്ദേഹത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെ? പീപ്പിൾ ട്രീറ്റഡ് ഹിം ലൈക്ക് എ സർക്കസ് ആനിമൽ. ക്യൂരിയോസിറ്റി ടേൺ ടു ക്രൂവൽറ്റി. ദെൻ സ്പൈഡർ വുമൺ. ആഫ്റ്റർ ദ അറൈവൽ ഓഫ് സ്പൈഡർ വുമൺ ആളുകളൊക്കെ ആരും ഉപേക്ഷിച്ചു പോകുന്നു? ഓൾഡ് മാൻ ഉപേക്ഷിച്ചു പോകുന്നു. ഹി വാസ് കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ്. അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ആളുകളും പെലയോ മെലിസന്റെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപേക്ഷിക്കുന്നുണ്ട്. ദെൻ അദ്ദേഹം പതുക്കെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്നു. പുതിയ ഫെദേഴ്സ്, പുതിയ തൂവലുകൾ മുളയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് പറക്കാനുള്ള ആദ്യത്തെ ശ്രമം ക്ലംസി ആയിരുന്നു, ഓക്വേർഡ് ആയിരുന്നു, അൺസ്റ്റഡി ആയിരുന്നു. പക്ഷെ പതുക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പറന്നു പോകുന്നുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റ്സ് ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. സോ ബിഫോർ യു റൈറ്റ് സംതിങ്, സ്ക്രിബിൾ ഇറ്റ് ഡൗൺ. ഓക്കെ ആണല്ലോ? ആൻഡ് ഇനി നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഓൾഡ് മാൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി പോവാണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഓൾഡ് മാൻ. ദ ഓൾഡ് മാൻ ഈസ് ദ പ്രോട്ടഗോണിസ്റ്റ് ഇൻ ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. ഹു ഈസ് എ പ്രോട്ടഗോണിസ്റ്റ്? എ പ്രോട്ടഗോണിസ്റ്റ് ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ എ സ്റ്റോറി. ഒരു കഥയിലെ കേന്ദ്ര കഥാപാത്രത്തെയാണ് നമ്മൾ പ്രോട്ടഗോണിസ്റ്റ് എന്ന് വിളിക്കുക. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന സ്റ്റോറിയാണ് എഴുതിയത് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു കോമ ഇട്ടിട്ട് മാർക്വേസിനെ കുറിച്ച് ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ കൊടുക്കാം. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്, ദ ഫേമസ് കൊളംബിയൻ നോവലിസ്റ്റ് ഹു പോപ്പുലറൈസ്ഡ് മാജിക്കൽ റിയലിസം. ഫാന്റാസ്റ്റിക്. ഇനി പെലയോ ഫൗണ്ട് ഹിം ലൈയിങ് ഇൻ ദ മഡ്. പെലയോ ആണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. ഹി വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ഹി വാസ് വീക്ക് ആൻഡ് ടയേർഡ് ആൻഡ് ഹി കുഡ് നോട്ട് സ്റ്റാൻഡ് ബിക്കോസ് ഓഫ് ഹിസ് ഇനോമസ് വിങ്സ്. അദ്ദേഹം ടയേർഡ് ആയിരുന്നു, വീക്ക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇനോമസ് വിങ്സ്, ഇനോമസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് വെരി ഹ്യൂജ് എന്നാണ്, വളരെ വലിയ എന്നാണ്. സോ ആ ചിറകുകൾ കാരണം അദ്ദേഹത്തെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹി ലുക്ക്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. അദ്ദേഹത്തെ കാണാൻ ഒരു ആക്രി പെറുക്കുന്ന ആളെ പോലെ, റാക്ക് പിക്കറെ പോലെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഷോസ് ഹിസ് പത്തറ്റിക് കണ്ടീഷൻ. അദ്ദേഹത്തിന് വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. He had very little hair and no only a few teeth. കുറച്ച് മുടികളും കുറച്ച് പല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. His wings were dirty and entangled in the mud. അദ്ദേഹത്തിന്റെ ചിറകുകൾ എങ്ങനെയായിരുന്നു? ഡേർട്ടി ആയിരുന്നു, ഹാഫ് പ്ലഗ്ഡ് ആയിരുന്നു, മഡിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. He spoke in an incomprehensible dialect. അദ്ദേഹം സംസാരിച്ചിരുന്നത് ഒരു ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റിലായിരുന്നു, അൺനോൺ ലാംഗ്വേജിലായിരുന്നു. Peleo and Elisenda thought he was a castaway from a shipwreck. So initially Peleo and Elisenda assumed that ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ഒരു കാസ്റ്റവേ ആണ്, കപ്പൽ അപകടത്തിൽപ്പെട്ട് തീരത്തടിഞ്ഞ ആളാണ് എന്നാണ് വിചാരിച്ചത്. എ നെയ്ബർ വുമൺ ക്ലെയിംഡ് ദാറ്റ് ഹി വാസ് എൻ ഏഞ്ചൽ. അപ്പോഴാണ് ഒരു നെയ്ബർ വുമൺ എന്ത് ചെയ്യുന്നത്? അവൾ വാദിക്കുന്നത് അങ്ങനെയൊന്നുമല്ല, ഇദ്ദേഹം ഒരു ഏഞ്ചലാണ്. പെലയോ ലോക്ക്ഡ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. പെലയോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ ഓൾഡ് മാനെ ചിക്കൻ കൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലോക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പീപ്പിൾ ഫ്രം നിയർ ആൻഡ് ഫാർ കെയിം ടു വിറ്റ്നസ് ദിസ് ഓർ കെയിം ടു സീ ദിസ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ. അവിടെ നിങ്ങൾ മുഴുവൻ കഥ പറയുന്നതിന് പകരം ഞാൻ ഇങ്ങനൊരു പോയിന്റാണ് ചെയ്യുന്നത്. ഹിസ് ഗ്രേറ്റ് ക്വാളിറ്റി വാസ് പേഷ്യൻസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പേഷ്യൻസ് സീംഡ് ടു ബി ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വേർച്യു എന്നാണ് മാർക്വേസ് പറയുന്നത്. He quietly suffered when people plucked his feathers. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ അയാളുടെ തൂവലുകൾ പറിച്ചെടുത്ത സമയത്ത്, ടീസ്ഡ് ഹിം, കളിയാക്കിയ സമയത്ത്, ഈവൻ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം, അദ്ദേഹത്തിന് നേരെ കല്ലുകൾ എറിഞ്ഞ സമയത്ത് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളുടെ മിസ് ട്രീറ്റ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? എൻഡ്യൂർ ചെയ്യുന്നുണ്ട്. വളരെ പേഷ്യൻസോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സഫർ ചെയ്യുന്നുണ്ട്. സം പീപ്പിൾ ബിലീവ്ഡ് ഹി വാസ് എൻ ഏഞ്ചൽ. കുറച്ച് ആളുകൾ വിചാരിച്ചു അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഏഞ്ചൽ തന്നെയാണ്. ബട്ട് നോ ബഡി ട്രീറ്റഡ് ഹിം വിത്ത് റെസ്പെക്ട്. പക്ഷേ ആരും അദ്ദേഹത്തെ ആ റെസ്പെക്റ്റോടുകൂടെ, റെവറൻസോടുകൂടെ ട്രീറ്റ് ചെയ്യുന്നില്ല. എവ്രിബഡി ട്രീറ്റഡ് ഹിം ലൈക്ക് എ ഷോ പീസ്, ഒരു ഷോ പീസിനെ പോലെ, ഒരു കാഴ്ച വസ്തുവിനെ പോലെ, ലൈക്ക് എ സർക്കസ് ആനിമൽ, ഒരു സർക്കസ് ആനിമലിനെ പോലെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ആളുകളുടെ ക്യൂരിയോസിറ്റി ലേറ്റർ ടേൺ ടു ക്രൂവൽറ്റി. ആളുകളുടെ തുടക്കത്തിലുള്ള അറിയാനുള്ള ആകാംക്ഷ, ക്യൂരിയോസിറ്റി പിന്നീട് ക്രൂരതയായി മാറുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹി ബിക്കേം എ ഷോ പീസ് ഫോർ ദ വില്ലേജസ്. അദ്ദേഹം ആളുകൾക്ക് ഒരു ഷോ പീസ് ആവുന്നു, കാഴ്ച വസ്തു ആവുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് എൻ ആനിമൽ ഇൻ എ സർക്കസ്.
After the arrival of the spider woman, the angel was completely neglected. ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ്, ഒരു എപ്പിസോഡാണ് ഈ സ്പൈഡർ വുമന്റെ അറൈവൽ. എന്നാൽ ഈ സ്പൈഡർ വുമൺ വന്നതോടുകൂടെ നമ്മുടെ ഓൾഡ് മാൻ്റെ പോപ്പുലാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ബിക്കോസ് ആളുകൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി കിട്ടുന്നു. ആൻഡ് സ്പൈഡർ വുമനോട് അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡ് സ്പൈഡർ വുമന്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഓൾഡ് മാനെ കാണുന്നതിനേക്കാൾ ചീപ്പായിരുന്നു. സോ ബിക്കോസ് ഓഫ് ഓൾ ദീസ് റീസൺസ്, ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ദ സ്പൈഡർ വുമൺ, ദ ഓൾഡ് മാൻ was completely neglected, not only by the people but also by Peleo and Elisenda. And avarendaayittunde, by this time Peleo and Elisenda earned a handsome amount of money and they built a mansion and they started living a luxurious life, all because of this old man. പക്ഷേ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓൾഡ് മാനെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. The coop became dirty and unpleasant. ആ കോഴിക്കൂട് എന്താവുന്നുണ്ട്, ഡേർട്ടി ആവുന്നുണ്ട്, അൺപ്ലസന്റ് ആവുന്നുണ്ട്. ആൻഡ് ഇതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു എപ്പിസോഡ്സ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഈ മുഴുവൻ കഥയും നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അവസാനം ഇങ്ങനെ പറയുന്നു, ഇൻ ദ എൻഡ്, അവസാനം, ഹി സ്ലോലി റീഗെയിൻ സ്ട്രെങ്ത്. അദ്ദേഹം പതുക്കെ അദ്ദേഹത്തിന്റെ ശക്തി എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടെടുക്കുന്നുണ്ട്. ഗ്രൂ ന്യൂ ഫെദേഴ്സ്, പുതിയ തൂവലുകൾ മുളയ്ക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഫ്ലൂ അവേ, അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, പറന്ന് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ അറ്റംപ്റ്റ്സ് എന്തായിരുന്നു, ക്ലംസി ആയിരുന്നു, ഓക്വേർഡ് ആയിരുന്നു, അൺസ്റ്റഡി ആയിരുന്നു. ആൻഡ് ലൈക്ക് എ സെനൈൽ വൾച്ചർ, ഒരു വൃദ്ധനായ കഴുകനെ പോലെയായിരുന്നു അദ്ദേഹം പറക്കുന്നുണ്ടായിരുന്നത് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ലീവിങ് എവ്രി വൺ സർപ്രൈസ്ഡ് ആൻഡ് റിലീവഡ്, അല്ലെ? അദ്ദേഹം പോയ സമയത്ത് ആളുകൾ സർപ്രൈസ്ഡ് ആയിരുന്നു, അതേ സമയത്ത് റിലീവ്ഡ് ആയിരുന്നു, ആളുകൾക്ക് ആശ്വാസം കൂടിയായിരുന്നു, എസ്പെഷ്യലി ഫോർ എലിസണ്ട. The old man taught us about endurance. ഇനി നമ്മുടെ ഒരു അഭിപ്രായമാണ്, ഈ ഓൾഡ് മാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എൻഡ്യൂറൻസിനെ കുറിച്ചാണ്, സഹനശക്തിയെ കുറിച്ചാണ്, ഡിഗ്നിറ്റിയെ കുറിച്ചാണ്, അന്തസ്സിനെ കുറിച്ചാണ്. ആൻഡ് ഹ്യൂമൻ ക്രൂവൽറ്റി ടുവാർഡ്സ് ദ അൺനോൺ ആയിട്ടുള്ള, നമുക്കറിയാത്ത, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളോട് ആളുകൾ എങ്ങനെയാണ് ക്രൂവൽറ്റി കാണിക്കുന്നത്, ക്രൂരത കാണിക്കുന്നത് എന്നൊക്കെയാണ് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ നമ്മൾ പഠിപ്പിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ക്യാരക്ടർ സ്കെച്ച് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, പോലെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി പോവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികളുടെ ഇൻപുട്ടോടുകൂടെ നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നു. ആഹാ, അന്തസ്. നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. ഈ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പെലെയോ ആണ്. പെലെയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ സെന്റൻസ് വീതം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. നിങ്ങൾ ബാക്കിയുള്ളവർ എഴുതാത്തൊരു പോയിന്റ് ആയിരിക്കണം കമന്റ് ബോക്സിൽ എഴുതേണ്ടത്. വേണമെങ്കിൽ ഒന്നാമത്തെ സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം. പെലെയോ ഈസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. ബാക്കി നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം. ആൻഡ് ബാക്കിയുള്ളവർ എന്തൊക്കെയാണ് എഴുതിയത് എന്നുകൂടെ നിങ്ങൾ വായിച്ചു നോക്കണം. നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു സ്പേസ് ആയിട്ട് ഈ കമന്റ് ബോക്സിനെ മാറ്റണം. സോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഫീഡ്ബാക്സും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ സെന്റൻസും കമന്റ് ബോക്സിൽ ഇടണം. സോ until we meet again, take care. This is Nasser Faruddin, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, signing off. Thank you.